നമസ്കാരം. ടെക്സഞ്ചറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നതല്ല, എൻ്റെ കയ്യിലുള്ള ഒരു ഡ്രോണിൻ്റെ വിഷ്വൽസാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. മാവിക് മിനി 2. ഓക്കെ, ഇത് ഞാൻ മേടിച്ചത് നമ്മളെ കുവൈറ്റിൽ നിന്നാണ് മേടിച്ചത്. അതൊരു ഓഫർ എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി ഓഫർ. അതിൻ്റെ PM വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതിൻ്റെ കൂടെയുള്ള എല്ലാ കോംബോ കിറ്റാണ് കേട്ടോ. അതിൻ്റെ കൂടെയുള്ള കൺട്രോളർ, പിന്നെ 3 ബാറ്ററി ഇടാൻ പറ്റുന്ന ഒരു എന്താ പറയുക, പവർ പോർട്ട് അല്ലേ, 3 ബാറ്ററി ഇടാം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് പവർ ബാങ്കായിട്ടൊക്കെ യൂസ് ചെയ്യാം. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ്. പിന്നെ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ 4K അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. ഒരുപാട് പ്രോഗ്രാം നമ്മൾ കവർ ചെയ്ത ഒരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ടേക്ക് ഓഫ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിപ്പം പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൻ്റെ 4 ചുറ്റും ടവർ കമ്പികളാണ്. അവിടെ പവർ സ്റ്റേഷനും കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ലേ, പവർ സ്റ്റേഷനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇത് ഫ്ലൈ ചെയ്യാം. പക്ഷേ ഈ 10 മീറ്റർ, അതായത് ഇത് പൊങ്ങുന്നത് 10 മീറ്ററും പിന്നെ ഇത് 10 കിലോമീറ്റർ ഈ റണ്ണിങ് ഇതാണ് പറയണത്. പക്ഷേ നമ്മൾ കുവൈറ്റിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 10 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കമ്പിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഇവിടെ ഒരു റിസ്ക്കാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ടേക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വീടിൻ്റെ 4 ചുറ്റിനും ടവറാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ പഴയ എന്താ പറയുക, ഞങ്ങളുടെ ഏരിയയാണ്, കുഴിവള, പാറട്ടോണം. പക്ഷേ നമുക്ക് എന്താ പറയുക, ഒരു പരിധി, ഒരു ലിമിറ്റുണ്ട് നമുക്കിത് പറത്തുന്നതിന്. എന്നാലും പോകുന്നത് വരെ പോട്ടെ. പക്ഷേ നമുക്ക് അധികം പറത്താൻ എനിക്ക് ഉദ്ദേശിച്ചില്ല. കാരണം എന്തെങ്കിലും ക്രാഷായി കഴിഞ്ഞാൽ തിരിച്ചതുപോലെ വരും. അതുകൊണ്ട് നോക്കിയും കണ്ട് മാത്രമേ ഈ ഒരു ഡ്രോൺ നമുക്കിവിടെ പറത്താൻ പറ്റുള്ളൂ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഏകദേശം 3-4 മാസമായി. പക്ഷേ എന്താ പറയുക, ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയം മുതലേ മഴ. പിന്നെ ഞാനിപ്പോൾ 2 ദിവസം മുമ്പേ ഇവിടെ തൃപ്പരപ്പ് പോയിരുന്നു. തൃപ്പരപ്പും പോയപ്പോഴും അവിടെയും മഴയെന്ന് പറഞ്ഞാൽ സാധാരണ മഴയില്ല, ഇടിയും മിന്നലും കൂടിയുള്ള മഴ. കൊണ്ടുപോകാൻ പറ്റാത്ത, അതായത് ഫ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. പക്ഷേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം എൻ്റെ വീട്ടിൻ്റെ പരിസരങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ലിമിറ്റേഷനുണ്ട്, മാക്സിമം ഒരു ലിമിറ്റേഷനുണ്ട് നമുക്കിവിടെ പറത്തുന്നതിന്. അതുമാത്രമല്ല, എയർപോർട്ട്, പിന്നെ മിലിറ്ററി ഏരിയ തുടങ്ങി, അതായത് റെഡ് അലർട്ട് പറഞ്ഞ ഭാഗങ്ങളൊന്നും നമുക്കത് ഫ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അത്യാവശ്യം കുവൈറ്റിലൊക്കെ നല്ല രീതിയിൽ ഞങ്ങൾ യൂസ് ചെയ്തിട്ട്, എൻ്റെ പ്രോഗ്രാമായിരുന്നാലും ശരി തന്നെ, മറ്റുള്ളവരുടെ പ്രോഗ്രാമിലായിരുന്നാലും നമ്മൾ കൊണ്ട് പറത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ ഇത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇത് കൺട്രോൾ പാനലിൽ നമ്മൾ സെൻറ്ററിൽ ഇട്ട് മാത്രമേ നമുക്കിത് ഫ്ലൈ ചെയ്യാവൂ. ഇല്ലെങ്കിൽ 8ൻ്റെ എല്ലാം 12 പണി കിട്ടും. അപ്പോൾ ഞങ്ങളുടെ ഒരു യൂട്യൂബറിൻ്റെ ഒരു ഡ്രോണ് ക്രാഷായി പോയത് അങ്ങനെയാണ്, കുവൈറ്റിൽ വെച്ചിട്ട്. അത് ഇതും ഫങ്ഷനൊക്കെ മാറ്റിയിട്ട് അതൊരു കഥയാണ്. ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം വിഷ്വൽസ്. അതിമനോഹരമായ കാഴ്ചകൾ കുറച്ചേ ഉള്ളൂ എങ്കിൽ പോലും ഇതുകൊണ്ട് തൃപ്തിപ്പെടുക. അപ്പോൾ മറക്കണ്ട, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.